ഗ്രീനറി ക്രാഫ്റ്റ് നൈറ്റിലേക്ക് സ്വാഗതം. പേപ്പറുകൾ പല മടക്കുകളായി മടക്കി പല രൂപങ്ങൾ ഉണ്ടാക്കുന്ന ചൈനീസ് കലാരൂപമായ ഒറിഗാമിയായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. A4 സൈസിലുള്ള 3 പേപ്പറാണ് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ 2 പേപ്പറിന്റെ അറ്റം ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. കണ്ടോ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്? ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പർ ഇതുപോലെ 2ആയി മടക്കി. ഞാനും എന്റെ കയ്യിലുള്ള പേപ്പർ ഇതുപോലെ 2ആയി മടക്കി. പേപ്പർ നിവർത്തി നടുഭാഗത്തേക്ക് 2 സൈഡും അകത്തേക്ക് മടക്കുക. ഞാനും എന്റെ പേപ്പർ നിവർത്തി നടുഭാഗത്തുള്ള വരയിലേക്ക് 2 മൂലയും ഇതുപോലെ മടക്കി. മടക്കിയതായ പേപ്പറിന്റെ ഒരു വശം കോർണർ ഇതുപോലെ പുറത്തേക്ക് മടക്കുക. 2 വശവും മടക്കണേ. ഈ പോർഷനിൽ ഒരുപോലെ തുമ്പായിരിക്കണം. ഞാൻ എന്റെ പേപ്പർ ഇതുപോലെ നടുഭാഗത്ത് നിന്ന് മടക്കി. പേപ്പർ നിവർത്തി നടുഭാഗത്ത് നിന്ന് ഒരു കോർണർ ഇതുപോലെ 2ആയി മടക്കുക. ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ മടക്കുക. നമ്മുടെ പേപ്പർ നേരെ മറച്ചു വെച്ച് ഈ വശം 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കുക. മടക്ക് നിവർത്തി നമ്മൾ മടക്കിയ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് മടക്കിയതുപോലെ തന്നെ ഇതുപോലെ ഒരു വശം മടക്കുക. ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ മടക്കണേ. നമ്മൾ മടക്കിയതായ പേപ്പർ വീണ്ടും തിരിച്ചു വെച്ച് അതിന്റെ കോർണർ ഇതുപോലെ മുട്ടത്തക്ക വിധം ഇതുപോലെ മടക്കുക. ഈ അകലം ശ്രദ്ധിക്കണം കേട്ടോ. മടക്ക് നിവർത്തുമ്പോൾ നമുക്ക് പല മടക്കുകൾ കാണാം. നമ്മൾ ആദ്യം മടക്കിയതുപോലെ തന്നെ 2ആയി ഇതുപോലെ മടക്കുക. ഈ 2 മടക്കുകൾ ഉള്ളിലേക്ക് വരത്തക്ക വിധം ഇതുപോലെ മടക്കുക. ഇത് കണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ മടക്കണേ. 2 സൈഡും മടക്കിയപ്പോൾ നമുക്ക് പാന്റ് കിട്ടി. ഇത് കണ്ടോ? നമ്മുടെ പാന്റ് റെഡിയായി. ഇനി നമുക്ക് ബെൽറ്റും പോക്കറ്റും വരച്ചു ചേർത്താലോ. ഇനി നമ്മുടെ പേപ്പർ ഇതുപോലെ 2ആയി മടക്കുക. മടക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് വരത്തക്ക വിധം ഇങ്ങനെ വേണം. ഇങ്ങനെ വേണം മടക്കാൻ. കണ്ടോ? നമ്മുടെ ഷർട്ട് റെഡിയായി. ഇനി നമുക്ക് ബട്ടൺസും പോക്കറ്റും പിടിപ്പിച്ചാലോ. വരച്ചിരിക്കും.